നമസ്കാരം, വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിതുപോലെ പ്ലാസ്റ്റിക് കവറാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ കവറ് സാധാരണ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്, അല്ലേ? അപ്പോൾ ഇനി മുതൽ ഇത് വലിച്ചെറിഞ്ഞ് കളയേണ്ട. മിക്ക വീടുകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൊടിയിലോട്ടൊക്കെ നോക്കിയാൽ ഇതുപോലെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കിടക്കുന്നത് കാണാം. അപ്പോൾ ആരും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറൊന്നും വെറുതെ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കരുത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒതുക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ നന്നായിട്ട് നൂർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. ഇനി നമ്മളിത് നേരെ തിരിച്ച് നമ്മൾ ഈ സമൂസയ്ക്കൊക്കെ ഷീറ്റ് മടക്കത്തില്ലേ, അതുമാതിരി ഇതേപോലെ കോണോട് കോണ് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക. അപ്പോൾ നോക്കി എത്ര ചെറുതായിട്ടാണ് ഇതിങ്ങനെ മടക്കി കിട്ടിയേക്കുന്നതെന്ന് നോക്കി കേട്ടോ. ഇതുണ്ട്, ലാസ്റ്റ് ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇതുണ്ട്, ഈ ഒരു ഭാഗത്ത് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന രീതിക്ക് നന്നായിട്ട് നമ്മളിത് ഒതുക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും കാലിയായിട്ടുള്ള ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കവറൊക്കെ ചുമ്മാ ഇത് ചുരുട്ടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് പോകും. അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഒരു പാക്കറ്റ് മുൾട്ടാണി മിട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മുൾട്ടാണി മിട്ടി നമ്മൾ പൊതുവെ മുഖസൗന്ദര്യത്തിനാണല്ലോ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇനി മുൾട്ടാണി മിട്ടി മുഖസൗന്ദര്യത്തിന് മാത്രമല്ല കേട്ടോ, മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. താരൻ പോകാനും പേൻശല്യം കുറയ്ക്കാനും ഒക്കെ ഇവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് മുൾട്ടാണി മിട്ടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു നാരങ്ങ എടുത്തൊന്ന് മുറിച്ച് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാനേ. നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാവേ. പിന്നെ കോൾഡിൻ്റെ എന്തെങ്കിലും അസ്വസ്ഥതയുള്ളവരാണെങ്കിൽ തൈര് ചേർക്കണമെന്നില്ല. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ തലയോട്ടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. താരൻ്റെ ശല്യം, പേൻ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഇത് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറിലൊക്കെ കൂടുതൽ വെക്കാമെങ്കിൽ കൂടുതൽ വയ്ക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3. മുഖക്കുരു യൗവനത്തിലെ വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ്. അത് വരിക തന്നെ ചെയ്യും. ഹോർമോണുകളുടെ വ്യതിയാനമാണ് ഇതിന് പ്രധാന കാരണം. ഇതിനുള്ളിലെ ബാക്ടീരിയകളെ ശരിയായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് മുഖമാകെ പടരുകയും ചെയ്യും. അപ്പം ഈ മുഖക്കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. ചെറിയൊരു ബൗൾ എടുക്കുക, അതിലേക്ക് മുൾട്ടാണി മിട്ടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പം കർപ്പൂരത്തിൻ്റെ ചെറിയൊരു ടാബ്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പം ഇതൊന്ന് ചാലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്രയും റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ മുഖക്കുരു പോലുള്ള സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ വിലയേറിയ സമയമൊന്നും നഷ്ടപ്പെടുത്തി ക്രീമുകൾക്കും ലോഷനും ഒന്നും പുറകെ ഓടേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു മിക്സ് ഇതുപോലെ എടുത്തിട്ട് മുഖക്കുരു ഉള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച ചെയ്യുമ്പോഴത്തേനും തന്നെ മുഖക്കുരുവൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 4. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ സാധാരണ വെള്ളം കുടിച്ചതിന് ശേഷം വെറുതെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്, അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ കളയണ്ട, നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു സൂത്രം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ പുറത്തെ സ്റ്റിക്കറൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം
ദേ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാരങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ചെറുനാരങ്ങയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചധികം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള ചാൻസ് ഏറെയാണല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങ നമുക്ക് കേടാകാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ നാരങ്ങ മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു 3-4 ഡ്രോപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമ്മളിത് ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം കേട്ടോ ഇത്. അപ്പം ഈ വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നാരങ്ങ പെട്ടെന്നൊന്നും അതിൻ്റെ ആ ഒരു പുതുമയും നിറവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പോകുന്നത് കാണാം അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടായി പോകത്തേ ഇല്ല. അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 5. ഞാനിവിടെ ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബീഫ് കറി അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ നമുക്കിതുപോലൊരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ച് ഒന്നും കൂടിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആ ബീഫ് കറിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വരുന്ന ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബീഫ് കറി കഴിക്കാത്തവരും ഈ ഒരു നല്ല എന്താ പറയുക ചുവന്നുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിച്ചം വരുന്ന ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 6. കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ വലിയ പാടായിരിക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇടണം. ഇനി തിരക്ക് കാരണം ചില വീട്ടമ്മമാർക്കൊന്നും ഇതൊന്നും ഡെയിലി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. കാലിയായി പോയിട്ടുള്ള ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റിൻ്റെ കവർ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് മതിയാവും നമുക്ക് ഈ ഗ്യാസ് സ്റ്റവ് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നൊടിക്കുന്ന നേരത്തെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് പേസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഈ ഗ്യാസ് സ്റ്റൗവിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമുക്കിത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതിങ്ങനത്തെ സ്ക്രാച്ചസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ആ ഓയിലൊക്കെ പറ്റിയതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്പോഞ്ച് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ആ നനവോട് കൂടിയിട്ട് ഒന്നുകൂടി ഇതുപോലെ നന്നായിട്ടൊന്നും തൂത്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റൗ കിടക്കുന്ന കണ്ടോ അഴുക്കുകൾ ഓയിലെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ തീർന്ന പേസ്റ്റിൻ്റെ കവറൊക്കെ അടുക്കളയിൽ ഇതുപോലൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി ഉരച്ച് ബുദ്ധിമുട്ടാതെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ചില ഗ്യാസ് സ്റ്റൗവിൻ്റെയൊക്കെ ഈ ബർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കാണാം. നമുക്കിത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് രണ്ടും കൂടിയുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ കണ്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സിറിഞ്ചാണ്. സിറിഞ്ചും അതിൻ്റെ നീഡിലും വേണം. എന്നിട്ട് നമുക്ക് ഈ സിറിഞ്ചിലേക്ക് ഈ ഒരു നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർന്ന ഒരു മിശ്രിതം ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സിറിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്യാസിൻ്റെ ഈ ഒരു ബർണർ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. ഈ ബർണറിൻ്റെ എല്ലാ സൈഡിലും ഇതിങ്ങനെ പതുക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പോവുക. അതിനുശേഷം
നമ്മളിത് കണ്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടുമ്പം തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്കത് റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബർണറൊക്കെ ഊരിയെടുക്കാൻ പാടായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ അല്പം ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒന്ന് വെള്ളം ഒന്ന് പുഷ് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം അത് നമുക്ക് അനായാസം ഇത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ബേക്കിംഗ് സോഡയുടെ ആ ഒരു അംശമൊക്കെ ഉണ്ടല്ലോ, ആ വിനാഗിരിയുടെയൊക്കെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റുകയാണെങ്കിൽ ഇതുകൊണ്ട് ആ ഭാഗത്തെ സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു തുരുമ്പും അഴുക്കും ചെളിയും ഒക്കെ ഇങ്ങ് പോരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രേ ഉള്ളൂ. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.